ഹായ് ഓൾ, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചോറ്, നെയ്ച്ചോറ്, പലഹാരങ്ങൾ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകും പൊടി കൂടി മസാല പുരട്ടിയിട്ട് അരമണിക്കൂർ മുന്നേ വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഞാനിതിന് അത്യാവശ്യം വലിപ്പമുള്ള 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ എരിവിന് അനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ ചെറിയൊരു പകുതി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഓയിലും ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലേശം ഉലുവ, ഒരു 1/2 ടീസ്പൂണോളം ഉലുവ കൂടി ചേർക്കാം. അപ്പോൾ ഇനി അരിഞ്ഞു വെച്ചിരുന്ന വലിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീനിൽ ഞാൻ ഉപ്പിട്ട് വെച്ചതാണ്. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്ന് കിട്ടണം, അല്ലെങ്കിൽ കറിക്കൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ആവും. അപ്പോൾ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ പൊതുവേ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ സാധാരണ വാളംപുളിയോ കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കൽ. പക്ഷേ ഈ ഒരു കറിക്ക് നമ്മൾ പുളി യൂസ് ചെയ്യണില്ല, തക്കാളി മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ചെമ്മീൻ കറിക്ക് നമ്മൾ പൊതുവേ പുളി ഒഴിക്കാതെ വെക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഉള്ളി നല്ലപോലെ വഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന 2 തക്കാളി അതും കൂടി നമുക്കിതൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ ഉടഞ്ഞു കിട്ടണം, അതുവരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പം ഞാനിത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി പൊടികൾ കരിയാതെ നല്ലപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. കൂടുതൽ കറിയുടെ ആവശ്യമില്ലെങ്കിൽ ഇതുപോലെയും ചേർക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി കറി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ എൻ്റെ ഇതിൽ കുറച്ചൊരു ഉപ്പ് കുറവുണ്ട്, ലേശം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. എന്നുവെച്ചാൽ ഒരുപാടങ്ങ് വേവിച്ചെടുക്കൊന്നും വേണ്ട, വേവ് കൂടിപ്പോയാൽ ചെമ്മീന് ബലം വെക്കും. അപ്പോൾ അതിൻ്റെ ഒരു പാകത്തിന് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഇതും കൂടി ചേർത്ത് കൊടുക്കാം.
ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ടേസ്റ്റി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത്.